ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ KSUവും ചേരുകയാണ്. ഇപ്പോൾ ട്രെയിൻ തടയുന്ന പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നു. കൊച്ചിയിലാണ് ട്രെയിൻ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിന് എതിരെയാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഏത് ട്രെയിൻ സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്, ഏത് ട്രെയിനാണ് തടഞ്ഞുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ അരുൺ ശങ്കർ ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും. അരുൺ, ഏത് ട്രെയിന് മുന്നിലാണ് ഇപ്പോൾ KSU കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്? ഏത് ഭാഗത്താണ്? ഡൽഹി വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് KSU പ്രവർത്തകർ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ് തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ട്രെയിൻ എടുക്കാൻ തുടങ്ങുമ്പോഴും അവർ ട്രാക്കിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് സ്ഥലത്തുള്ളത്. കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനുശേഷം ഇവരെ ഈ ട്രാക്കിൽ നിന്ന് നീക്കും. ഇപ്പോൾ ട്രെയിന് പുറപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ട്രെയിൻ മുന്നോട്ട് എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പത്തിനകത്തുള്ള പ്രവർത്തകരാണ് കൊടികളുമേന്തി ഇപ്പോൾ ട്രെയിൻ തടഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രധാൻ രാജിവെക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ നീറ്റ് പരീക്ഷ റദ്ദാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യം, നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുക എന്നുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിസാമുദ്ദീനിലേക്ക് പോകുന്ന ട്രെയിൻ പ്രവർത്തകർ തടഞ്ഞത്. അതായത് ട്രാക്കിലേക്ക് ഇറങ്ങിയ ശേഷം അവിടെ നിന്നും കുത്തിയിരുന്നുമൊക്കെയുള്ള പ്രതിഷേധമാണ്. ട്രെയിനിൻ്റെ സമയം സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രതിഷേധം അധിക സമയം നീങ്ങില്ല എന്ന് തോന്നുന്നുവല്ലേ, കൂടുതൽ ഫോഴ്സ് കൂടി എത്തുകയാണെങ്കിൽ? തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോലീസ് അധികമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവരെ ട്രാക്കിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നവരെ മാറ്റാൻ വേണ്ടിയിട്ട് പോലീസ് എത്തുന്നുണ്ട്. എത്രയും വേഗം ഇവരെ ഈ ട്രാക്കിൽ നിന്ന് മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിൻ ഇപ്പോൾ പോകാനായിട്ടുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ട്രെയിൻ മുന്നോട്ട് എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ പ്രതിഷേധം സംബന്ധിച്ച് ഇവിടുത്തെ RPFനോ പോലീസിനോ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ വന്നപ്പോൾ ഇവരുടെ പ്രതിഷേധം സംബന്ധിച്ച് അറിഞ്ഞ് വന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്നൊരു വിവരമായിരുന്നു ലഭിച്ചത്. ഈ പ്രതിഷേധം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ പോലീസിനും RPFനും ഒക്കെ വിവരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ കൃത്യമായിട്ട് ഈ ട്രെയിനിന് സിഗ്നൽ കിട്ടിയ സമയത്ത് തന്നെ ഇവരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്നിരുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ ഇവരെ ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കും. ഏകദേശം 8ഓളം പേരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇവിടെ കൂടുതലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവരെ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റും. ട്രെയിൻ ഇപ്പോൾ പുറപ്പെടാൻ സമയമായി. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ചാണ് ഈ സമരം.